ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നറിയാമോ? അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്നും എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒരു ദിവസം പോലും നടക്കുകയില്ലത്. അത് കാരണം ഞാൻ ഇന്നലെ രാത്രി കിടന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു 5 മണിക്ക് അലാറം വെച്ചു. 5 മണിക്ക് അലാറം വെച്ചിട്ട് ഇതിപ്പോൾ നമ്മളിപ്പം പൊൻകുന്നമാണ് കേട്ടോ. പൊൻകുന്നം കഴിഞ്ഞ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അലാറം വെച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ കിടന്നു. രാവിലെ എഴുന്നേൽക്കുവാണെന്നുണ്ടെങ്കിൽ പോകാൻ മൂഡ് തോന്നിയാൽ പോകാമെന്നുള്ള കണക്കൂടൽ. അങ്ങനെ അലാറം അടിച്ചു. 5 മണിക്ക് അലാറം അടിച്ചു. അലാറം ഞാൻ സൈലൻ്റ് ആക്കി പിന്നെയും കിടന്നുറങ്ങി. ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റു. അങ്ങനെ വേണ്ട ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 6 മണി വരെ കിടന്നുറങ്ങിയിട്ട് 6 മണി 6:15 ആയപ്പോൾ നൈസായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ബൈക്കുമായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ എന്നാ പറഞ്ഞേ ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്നുള്ള തീരുമാനമൊന്നുമില്ല. നമ്മളങ്ങ് രാവിലെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടേ, കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറി പോകുന്നുണ്ടോ? ഇനി ഇതിലേക്കൂടെ കയറി അപ്പുറത്തോട്ട് ഇതിലേക്കൂടെ ഇറങ്ങി വരും. അതാണ് ടെക്നിക്ക്. ഈ രാവിലെ ഇത് കണ്ടോ, കടകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ചന്തയിലൊക്കെ പോകുന്ന ഒരു മാർക്കറ്റിലൊക്കെ ചെല്ലുന്ന ഒരു ഫീലാണ് കേട്ടോ. നോക്കി, മുഴുവനും വണ്ടികളും പച്ചക്കറികളും. എന്തായാലും സൺറൈസ് കാണാൻ പറ്റുമല്ല. ഞാൻ 5 മണിക്ക് അലാറം വെച്ചൊരു 5:30 ആകുമ്പോൾ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ പോയിട്ട് സൺറൈസ് കാണാമെന്നുള്ള കണക്കൂട്ടിൽ അങ്ങനെ ഒരു ഇതും കൂടി എന്നാ പറയുന്നത് ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ അലാറം അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സൈലൻ്റ് ആക്കി കിടന്നുറങ്ങുന്ന ഒരു ശീലം നമുക്കെല്ലാവർക്കും ഉള്ളത് കൊണ്ട് അത് നടപടിയുള്ള കാര്യമല്ല. അപ്പം എന്തായാലും സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. നോക്കിയാൽ കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ചെറിയ ഇളം വെയിൽ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മുണ്ടക്കയം എത്തിയിട്ടുണ്ട് കേട്ടോ. മുണ്ടക്കയമാണ് ഇപ്പം. മുണ്ടക്കയം ടൗണാണിത്. മുണ്ടക്കയം വലിയ തിരക്കൊന്നുമില്ല, ആരും ഇല്ല. സമയം അധികം നേരം വെളുത്ത് വരുന്നത് ഉള്ളതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ ഇതിലേക്കൂടാണ്. അപ്പം ഞാൻ ഈ ഭാഗങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗമൊക്കെ കാണിച്ച് പോകുന്നത് കേട്ടോ. അടിപൊളി, എന്തായാലും നല്ല അടിപൊളി മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോടയൊക്കെ കയറി നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നല്ല ഒരു നല്ല എന്താ പറയുന്നത്, ഇവിടെ നിർത്തി നമുക്ക് കാണിച്ചു തരാം. ഇത് നോക്കി, അടിപൊളി മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. താഴോട്ട് നോക്കിയേ, അടിപൊളി കോള കയറി നിൽക്കുന്നത് കണ്ടോ. പൊളി മൂടല്ലേ, അടിപൊളി. താഴത്തെ ഒരു കാര്യവും നമുക്ക് കാണത്തില്ല കേട്ടോ. ഇത് ക്ലിയറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് മാറി നിൽക്കാം. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്കി, ഇവിടെ നിന്നാൽ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നോക്കിയേ ഗെയ്സ്, എൻ്റെ പൊന്ന് ഗെയ്സ്, എന്നാ പൊളി ധാനമാണ്. നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ വണ്ടിക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഗെയ്സ്, അവിടെ മുഴുവൻ ആൾക്കാരായി ഗെയ്സ്. ഭയങ്കര വണ്ടി തിരക്കും ബഹളവും. 2-3 കാർ അവിടെ വന്ന് നിർത്തി. ഞാൻ വന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വണ്ടി അവിടെ വന്ന് നിർത്തി. ആകെപ്പാടെ ഭയങ്കര ആൾക്കൂട്ടം അവിടെ. അത് കാരണം ഞാൻ ബൈക്കുമായിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നോക്കിയേ, സൂര്യൻ ഉദിച്ച് വരുന്ന കണ്ടോ. നല്ല ഇളം വെയിലേ, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. വരണ്ടുണങ്ങിക്കിടക്കുന്ന നമ്മുടെ മുറിഞ്ഞുപുഴ, അതായത് മുറിഞ്ഞുപുഴ വാട്ടർഫോൾസാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. തുള്ളി വെള്ളം പോലും ഇല്ല. അടിപൊളി. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. കുട്ടിക്കാനത്ത് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെ പോകണമെന്നത്. രണ്ട് കുമളി ബസ് പോകുന്നുണ്ടോ? എവിടെ പോവുകയാണോ? എന്തിനാണ് ഇങ്ങനെ നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത് എനിക്കറിയാൻ വേണ്ടി. 2 കുമളി ബസ്, 2 കുമളിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർ തമ്മിൽ ഒരു മത്സരവുമില്ല കേട്ടോ. ഒരാൾ ഫ്രണ്ടിൽ പോകുന്നു, ഒരാൾ പുറകിൽ പോകുന്നു. ഒരു കുഴപ്പമില്ല, ബഹളമില്ല, തിരക്കുരുതേ. 2ാമത്തെ കുമളി ബസ്. മറ്റേ പുറകിൽ വരുന്ന പുള്ളിക്ക് കയറി പോകണമെന്നേ ഇല്ല. പുള്ളി ഇയാളെ പുറകിൽ തന്നെ കയറി പിടിച്ച് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. 2 പേരും ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കോമഡി പരിപാടിയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം ഡീസൽ ഒരു വണ്ടിക്ക് വേണ്ടി കളയുന്നതല്ലേ. എന്ത് ഒരു പരിപാടികളൊക്കെയാണ് ഈ കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കേ ഇവിടെ ഇച്ചിരി നേരം നിർത്തിയിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടെ ഇച്ചിരി നേരം നിർത്തി കുറച്ച് നേരം നിന്ന് ഇച്ചിരി തണുപ്പൊക്കെ കൊണ്ട്
പോകാം. രാവിലെ കയറിയതാ വണ്ടിയിൽ. അയ്യോ വേണ്ട വരുന്നത് 2 കുമളി ബസ് വരുന്നുണ്ട്. 2 കുമളി ബസ് നോക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളോടെയൊക്കെ നല്ല ചൂടല്ലേ, ഇത് വലിയ കുഴിയാണ് കേട്ടോ. ഇത് നോക്കി, നമ്മളോടെയൊക്കെ വലിയ തണുപ്പ്, നല്ല ചൂടല്ലേ. ഇവിടെ എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ടേ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം പശു, മുഴുവനും പശു. ഈ പശുവൊക്കെ എങ്ങാനും ഇങ്ങോട്ട് ക്രോസ് ഓടി വന്നാൽ തീർന്ന കേസ് കിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുട്ടയിലെ തൊലിയെല്ലാം പോയി. എന്നാ പറയാൻ, ഈ തണുപ്പത്ത്. നമ്മൾ വേണ്ടേ കുട്ടിക്കാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം സെറ്റാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയും ഒരു ചായയും വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മളിതേ കുട്ടിക്കാനത്തു നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയണ്ടേ. നമ്മൾ നേരെ കൈലാസഗിരിക്കാണ് പോയത് കേട്ടോ. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അവിടെ. നമ്മൾ നേരെ കൈലാസഗിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടിക്കാനത്തു നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി റൈറ്റിലേക്ക് തിരിയുന്ന വഴിക്ക് വേണം നമുക്ക് കയറി പോകാനായിട്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയത്തില്ല, വഴി അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ച് കണ്ടോ, വളവും തിരിവൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാലും മതി കേട്ടോ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും വഴി. നമ്മുടെ ഓർഡിനറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഞാനിവിടെ 2-3 തവണ ഈ ഇതിലെ കൂടെ വന്ന് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഇതിലെ കൂടെ പോകുമ്പം പറയാതിരിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നേരെ അങ്ങ് പോയേക്കാം. നേരെ നോക്കി നല്ല തണുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ആ കുന്നിൻ്റെ മുകളിലൊക്കെ കോടയുണ്ട്, മൂടി നിൽക്കുക. ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കി വെച്ചോ, നോട്ട് ചെയ്തോ. ഇവിടുന്ന് നമ്മളിതേ മുകളിലേക്ക് കിടക്കുന്ന കോൺക്രീറ്റ് വഴിയാണ് കയറി പോകേണ്ടത്. അങ്ങ് ദൂരെ കാണുന്ന മലകളിൽ ഒരു മലയാണ് ഈ കൈലാസഗിരി എന്ന് പറയുന്ന മല കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അങ്ങോട്ട് കയറി പോകുന്നത്. നിങ്ങളെന്തായാലും ഫുള്ള് വീഡിയോ കണ്ടോ, അടിപൊളിയായിരിക്കും. ഒന്നും പറയാനില്ലാത്ത ടൈപ്പ് ഒരു വീഡിയോ, ഒന്നും പറയാനില്ലാത്തത് എന്നാ പറയുന്നത്, അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും അങ്ങോട്ട് ചെന്ന് കയറുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അതാണ് ഞാൻ ഒന്നും കൂടി വന്നത്. എനിക്ക് ഒരു തവണ ഞാനിവിടെ വന്നത് ഉള്ളതായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ആ മുകളിൽ കയറുമ്പോൾ ഉള്ളൊരു വൈബും പരിപാടിയൊക്കെ. ഇപ്പം പിന്നെ അവിടെയൊക്കെ ഉണക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പം മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുമായിരിക്കും. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് തിരിഞ്ഞ് പോകേണ്ടത്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയോ, ഈ കാണുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടുന്നൊക്കെ വഴി തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നേരത്തെ ഞാൻ ആദ്യത്തെ തവണ വരുന്ന സമയത്ത് ഇവിടെ ഈ ടാറിങ് ഒന്നും ഇല്ലായിരുന്നു, ഫുൾ ഓഫ് റോഡായിരുന്നു. ഇവിടെ വഴി ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും താഴെ എവിടെയെങ്കിലും കാണും, എങ്ങ് താഴെ കാണും നമ്മുടെ ആ വീഡിയോ. എന്തായാലും കൊള്ളാം. ഇപ്പോൾ കുഴപ്പമില്ലാത്ത വഴിയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടായാലും വരുന്നവർക്ക് സൗകര്യമാണ്. കൈലാസഗിരിക്ക് പോയതിൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗ് നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കയറി നോക്കിയാൽ ഈ വഴിയുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് പോയി കിടന്നൊരു വഴിയായിരുന്നു കേട്ടോ. ഇപ്പം ടാർ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. എൻ്റെ കഴിഞ്ഞ തവണത്തെ വ്ളോഗിലും ഞാൻ ഇവിടെയൊക്കെ നിർത്തി എന്നപ്പോൾ എൻ്റെ ഈ ബുള്ളറ്റായിരുന്നു കേട്ടോ. അന്നപ്പോഴും ഞാൻ ഇവിടെ നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ സ്ഥലത്ത് ടാറിങ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഫോട്ടോ ഒക്കെ നോക്കി പൊളിയല്ലേ. 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. അടിപൊളി. എങ്ങനെ വൈബാന്ന് നോക്കി. ആ കുന്നാട്ടോ, ആ ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു അമ്പലവും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു അടിപൊളി ഒരു പരിപാടിയാണ് കേട്ടോ. നിങ്ങളിങ്ങോട്ട് നോക്കിയേ ഗെയ്സ്, എന്നാ ഒരു ആംബിയൻസ് ആണെന്ന് നോക്കി. ഒരു മനുഷ്യന്മാർ പോലും ഇല്ല, ഒരു തിരക്കോ ബഹളങ്ങളോ അനക്കങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ശരിക്കും പ്രകൃതിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിച്ച് കേട്ട് നോക്കി.
വേണ്ടേ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൈലാസഗിരി. അതിൻ്റെ ഏറ്റവും മുകളിലൊരു ക്ഷേത്രമുണ്ട്, അതായത് ഒരു അമ്പലം പോലത്തെ ഒരു സാധനമുണ്ട്. അത് കണ്ടോ, കാണാമെന്ന് എനിക്കറിയത്തില്ല, അവിടെ ചെറിയ മൂടൽമഞ്ഞ് നിൽക്കുന്ന കാരണം കാണത്തില്ല അത്. എന്തായാലും അവിടെ അതിൻ്റെ മുകളിലൊരു അമ്പലവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലാണ് ചെന്ന് കയറേണ്ടത് കേട്ടോ. ടാറിങ് ഇവിടം വരെ ഉള്ളു ഗൈസ്. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് നല്ല ദൂരം ഇനി പോകാനുണ്ട്. അടിപൊളി. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഇത് മുകളിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ആ റോഡിലാണ് വന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇനി നമ്മൾ ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് തന്നെ പോകണം കേട്ടോ. റൈറ്റിലോട്ട് ഞാൻ തിരിഞ്ഞു പോയി. അത് കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഞാൻ കുറേ നാൾക്ക് മുന്നേ വന്നത്, ഒരു 3-4 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം ചെറിയൊരു കൺഫ്യൂഷൻ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വഴി കിടക്കുന്നതെല്ലാം ഒരുപോലെ ഇരിക്കും. മൺവഴി ആയതുകൊണ്ടേ ഏതാണെന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് കൺഫ്യൂഷനായി പോകും. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല കേട്ടോ, വഴി ചോദിക്കാനും ഒന്നും. നിങ്ങൾ മാപ്പിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോരാൻ പറ്റും. മിക്കവാറും നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാൻ ചാൻസ് കൂടുതലാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മൺവഴികൾ തിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് കാരണം ചെറുതായിട്ടൊന്ന് ഇവിടെ കിടന്ന് കറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാനും കേട്ടോ. ഈ ഏരിയയിലെങ്കിലും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. ഇവിടെങ്ങാനും വല്ല മൃഗങ്ങളോ വല്ല കടുവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. നമ്മൾ വണ്ടി തിരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലം കണ്ടോ, വേറൊരു മൂടല്ലേ. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് കാണുന്ന ടൈപ്പ് സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ. അടിപൊളി. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് നമുക്കിത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ആ ചെറിയ പ്രകൃതിയുടെ ആ ഒരു വന്യതയും അതുപോലെ തന്നെ എന്നാ പറയുന്നത് ഒരു സൈലൻസും അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് വന്നാലേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് കൂട്ടം കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടത്തില്ല. അതായത് ആ ഒച്ചയും ബഹളോ, അതായത് ഒരു വൈബ് പരിപാടിയായിപ്പോൾ, അതായത് ഒരു പൊളി വൈബായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു ഒറ്റയ്ക്ക് വന്ന് ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരു മൂഡാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോയി യാത്ര ചെയ്ത് ചെയ്യുന്നവരോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് വേറൊരു വൈബാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. ഒറ്റയ്ക്ക് തന്നെ വന്നത് എൻജോയ് ചെയ്ത് അത് ഫീൽ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വേണ്ടേ കൈലാസഗിരിയിലേക്ക് നടന്ന് കയറേണ്ട ആ ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടം വരെയൊക്കെ വണ്ടി വരുള്ളൂ. അവിടെ ജീപ്പ് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിന് മുകളിൽ ആൾ കാണും, എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആൾ കാണും. വേറെ ഇവിടെ വണ്ടിയൊന്നും വരേണ്ട ഒരു കാര്യമില്ല. അപ്പം നമുക്ക് വേണ്ട ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ബൈക്ക് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് നടന്ന് ചെരുപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതാണോ ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് കയറിപ്പോയെ? ഭക്തര് വല്ലതായിരിക്കും. ചെരുപ്പ് എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് കയറിപ്പോകുന്നത്. അതിലൊന്നും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കേതായാലും നടന്ന് കയറി അങ്ങോട്ട് തുടങ്ങാം അല്ലേ. എന്നാലും ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് കയറിപ്പോയതാലേ ഈ ചൂടത്ത് ഇനി തിരിച്ചിറങ്ങി വരുമ്പോൾ കാല് പൊള്ളി ഇപ്പം നാശമായി പോകും. നമ്മുടെ ബൈക്കിരിക്കുന്നുണ്ടോ? ഇത് താഴ്ത്ത് നോക്കി കാണാമോ? നമ്മൾ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാനൊരു നല്ല കരിഞ്ഞ വെയിലായിരിക്കും എന്ന് ഓർത്ത, പക്ഷേ വെയിലില്ല. അതായാലും നന്നായി. ഭയങ്കര ഒരു ഇതായിപ്പോ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ കഴിയുന്ന വെയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ നിൽപ്പുണ്ട്. സമയം ഒരു 9:30 ഒക്കെ ആയതേ ഉള്ളൂ. 10 മണി 9 മണി 1 മിനിറ്റ് കറക്റ്റ് ഇപ്പോൾ പറയാം. കറക്റ്റ് 9:30 ആയതേ ഉള്ളൂ. 9:30 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം വെയിലും ചൂടൊക്കെ ആകുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മറ്റേ ശൂലം വെച്ചിട്ടുണ്ട്. ശൂലം പോലെ അടയാളം വെച്ചിട്ടുണ്ട് കയറി പോകാനുള്ള വഴിക്ക്. അപ്പോൾ അത് നോക്കി കയറി അങ്ങ് പോയാൽ മതി. ഇത് കണ്ടോ? അതെ, മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങ് മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. താഴെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ടോ? എനിക്കൊന്ന് അതിന് വന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു.
നൈസാ കേട്ടോ. നിങ്ങളൊന്ന് വന്ന് നോക്ക്. ഒരു ദിവസം വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇത് കണ്ടോ, അതെ പണ്ട് ശൂലം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഇടയ്ക്ക് കണ്ട് കെട്ടിയ കൊടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടും, ഭയങ്കര വെയിലും ചൂടുമുള്ള സമയമാണേ ഇവിടെ. എന്തായാലും കേട്ടോ ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുന്നൊരു കാലാവസ്ഥ. എന്തായാലും പൊളിയായിട്ടുണ്ട്. ഇത് മുകളിൽ നിന്നൊക്കെ നല്ലപോലെ കോട ഇങ്ങനെ അടിച്ചിങ്ങോട്ട് കയറി വരുന്നുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. നിങ്ങൾ വീട്ടിലൊക്കെ നല്ല ചൂടൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. എനിക്ക് തോന്നുന്നു ഈ ഏരിയ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രയും തണലും ഈ മൂടിക്കിടക്കുന്ന അവസ്ഥ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിൽ കാണാം. ഈ ഒരു മലയുടെ തൊട്ടപ്പുറത്തെ മലയൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ ഫുള്ള് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ എന്തായാലും വെയിലില്ല. ഇത് നോക്കി മുകളിലോട്ട് നോക്കി കോട ഇറങ്ങി വരുന്നുണ്ടോ, പൊളി. മുകളിൽ നല്ല കോടയായിരിക്കും. എന്തായാലും വേറൊരു മൂടാണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. അതായത് ഒറ്റയ്ക്ക് വരുന്നത് വേറൊരു ഫീലാണ്. കൂട്ടം കൂടി വന്നു കഴിഞ്ഞാൽ ഒച്ചയും വെച്ച് വെള്ളമൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. മുകളിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു തിരിച്ച് കയറി പോകാൻ വേണ്ടി. കണ്ടോ കുത്തനെ കയറ്റോ ഇത്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ കുത്തനെ കയറ്റമാണ് ഗൈസ്. അങ്ങോട്ട് കയറി പോയവരുടെയൊക്കെ ചെരുപ്പാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നടക്കാൻ മേല. നല്ല കയറ്റമാണേ, ഒന്നും ആയിട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് അധികം ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിറച്ചും ആൾക്കാർ കാണേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ്. നിർഭാഗ്യവശാൽ ആർക്കും ഈ സ്ഥലം അറിയത്തില്ല. ഈ കയറിപ്പോൾ മുകളിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മല ഇങ്ങനെ ഒറ്റയ്ക്ക് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കോട്ട് പോയി കയറുന്നത്. ചമ്മലെന്ന് പറഞ്ഞാൽ ക്യാമറ ആയിട്ട് പോകുമ്പോഴാണ് കേട്ടോ. ക്യാമറ ആയിട്ട് ചെയ്യുന്ന കഴിയുമ്പോൾ നമ്മളെ ഇവരെല്ലാം കൂടി എൻ്റെ അമ്മച്ചി ഈ വർത്താനം പറയാൻ വരാം. ഇതുപോലെ നല്ല ഉണക്കുള്ള സമയത്തെ തീ ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ തീ ഇട്ടതാണോ ഇനി തീ കത്തിച്ചതാണോ എന്ന് അറിയത്തില്ല. ഫുള്ള് തീ കത്തിയിട്ടേ രണ്ടാമത് ഈ ചെടിയൊക്കെ ഉണ്ടായി വരുമോ. കണ്ടോ അപ്പോൾ അതൊക്കെ കയറാം. ഇരിക്കാൻ പോയാൽ ചിലപ്പം അസുഖം പിടിച്ചവിടെ അങ്ങ് ഇരിക്കും. അതുകൊണ്ട് വയ്യാൻ കയറിപ്പം. ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കി രക്ഷയില്ലാതെ അടിപൊളി. ഞാൻ വണ്ടി ഇവിടെ നിന്ന് വന്നിട്ടുള്ള നോക്കി താഴെ ഏലപ്പാറയും ആ റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. കണ്ടാ ബസ് പോകുന്നുണ്ടോ? ബസ് എൻ്റെ അമ്മോ, ഇതിൻ്റെ ഉയരം കണ്ടോ നിങ്ങൾ? രക്ഷയില്ല കേട്ടോ, വേറെ മൂടാണ്. താട്ട് നോക്കിയേ. ഞാനിവിടെ കുറച്ച് നേരം കിടന്നു കേട്ടോ. നല്ല സുഖമുണ്ട്. നല്ല സുഖമെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഭയങ്കര കാറ്റില്ലെങ്കിലും നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്തൊരു അന്തരീക്ഷം.
കുറേ നേരം കിടന്നു, 1/4 മണിക്കൂറാണ് കിടന്നു. എന്തായാലും വെയിൽ വരുമല്ലെന്ന് എനിക്ക് തോന്നി. ഇതുണ്ടോ മുകളോട്ടിനും കയറി പോകാറുണ്ട്. ഇതുണ്ടോ നമ്മൾ കുറേ ദൂരം കയറി പോകുന്നു. ഏകദേശം ഒരു പകുതി ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം സുഹൃത്തുക്കളെ, ഞാനിതുവരെ വെയിലില്ലെന്ന് പറഞ്ഞ് അവസാനം ദേ വെയിൽ വന്നിട്ടുണ്ട്. ആ വെയിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അതേ നോക്കി, ആ വെയിൽ വന്ന് അത്യാവശ്യം കോടകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ താഴോട്ട് നോക്കിയോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ മൂടാണ് കേട്ടോ. ഒടുവിൽ നമ്മളത് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന എൻ്റെ അമ്മച്ചി, ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം കേട്ടോ. ശിവക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്വാസം മുട്ടിയിട്ട് വർത്താനമൊന്നും പറയാൻ മേലെ കേട്ടോ. ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രം. നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് എവിടെ നിന്നാലും ഈ മലയും കാണാം, ഈ ക്ഷേത്രവും കാണാം കേട്ടോ. നോക്കി, പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ. ഇതിൻ്റെ ഈ താഴ്ഭാഗം നമ്മുടെ ഏലപ്പാറയാണ് കേട്ടോ. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മൂടൽമഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ, കോടയുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാണാം കേട്ടോ. നോക്ക്, എന്നാ ഒരു പൊളിയാന്ന് നോക്കി എൻ്റെ പൊന്നളിയാ. വേറെ മൂടാണ് കേട്ടോ. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങ് പറപ്പിച്ചങ്ങ് വിടായിരുന്നു. ഇവിടെ ആരെങ്കിലും വരാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോ, ഒരു നഷ്ടവും ഇല്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ല. ഇത് നോക്കിയേ, ഈ എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ, വലിയൊരു കുന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഗോപ്രോയ്ക്കകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ ആ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ ഇവിടെ നേരിട്ട് തന്നെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു പൊളി മൂട്. ആ കുന്നിനകത്തൊക്കെ മൊത്തം കോടയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു വക കാണത്തില്ല. ഇത്ര നേരം ഇതിൻ്റെ മുകളിലായിരുന്നു കോട. നമ്മൾ വന്ന് കയറിയപ്പം അതങ്ങ് പോയി കിട്ടി. എന്തായാലും കൊള്ളാം, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ചൂടറിയുന്നില്ല. നല്ല തണുത്ത കാറ്റാ. നോക്കി എന്നാ പൊളിയാ. നോക്കി താഴെ ഏലപ്പാറ ടൗണും അവിടുത്തെ സ്കൂളും ഗ്രൗണ്ടും എല്ലാം നമുക്കിവിടെ നിന്നാണ് കാണാം കേട്ടോ. നമുക്ക് ഏലപ്പാറ കട്ടപ്പന റോഡൊക്കെ ഇവിടെ നിന്നാൽ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, വണ്ടിയൊക്കെ ഇതിലെ കൂടെ പോകുന്ന നോക്കി, അടിപൊളിയല്ലേ. ആ വഴി ഇങ്ങനെ അങ്ങ് വരെ അതങ്ങ് മാഞ്ഞ് പോകുന്നോണം വരെ നമുക്ക് കാണാം ഇവിടെ നിന്നാണ്. അതായത് ഏലപ്പാറ ടു കട്ടപ്പന റോഡ്. ഞാനിവിടെ കുറേ നേരം അങ്ങ് ഇരുന്ന് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. വേറെ യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളും ഇല്ല. വെയിലായിട്ടുണ്ട് കേട്ടോ. വെയിലായിട്ടുണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തണുത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഹായ്, നല്ല സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. നിങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വേറെ രസം, ഭയങ്കര രസമാണ്. കാരണം അത് പ്രത്യേകിച്ചൊരു വല്ലാത്തൊരു മൂടാണ് കേട്ടോ. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ വാ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3:30-4 മണി കഴിഞ്ഞിട്ടൊക്കെ വരാവുള്ളൂ. അല്ലെങ്കിൽ വെയിലായിരിക്കും. ഞാനിപ്പം വന്നിട്ട് പെട്ടിരിക്കുകയാണ്. കണ്ണ് തുറക്കാൻ മേലാത്ത രീതിയിൽ വെയിലുണ്ട്. പക്ഷേ തണുപ്പാണ്. ഭയങ്കര ചൂടില്ല, തണുപ്പുണ്ട്. നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. എന്തായാലും ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും വന്ന് എത്തിപ്പെട്ടിട്ടില്ല. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇങ്ങോട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ആരും ഇല്ല, അത് തന്നെ കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു കുട്ടിക്കാനം ഏലപ്പാറയൊക്കെ വന്ന് പോകുന്ന ആളുകൾ ഇവിടെയും കൂടി ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ.
ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഈ ഒരു ട്രക്കിങ്ങും. ട്രക്കിങ്ങെന്നൊന്നും പറയാനൊക്കത്തില്ല, അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏലപ്പാറയിൽ നിന്ന് നമ്മൾ വാഗമണ്ണൊക്കെ പോകുന്ന റോഡൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാം കേട്ടോ. ഏലപ്പാറ നമ്മൾ വാഗമണ്ണ് കയറി പോകുന്ന റോഡുണ്ടല്ലോ, നമുക്ക് ഏലപ്പാറ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നിന്നിട്ട് അവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാഗമണ്ണ് ഇങ്ങനെ പോകുന്ന റോഡ് കാണത്തില്ലേ, ആ റോഡും നമ്മളാ നിൽക്കുന്ന റോഡും അതായത് ഏലപ്പാറ വ്യൂ പോയിൻ്റ് ആ ഭാഗമെല്ലാം നമുക്ക് നല്ലപോലെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഏലപ്പാറ അത്ര ചെറുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പൊക്കത്തിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. ഇതുപോലുള്ള അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ എന്തായാലും നമ്മുടെ ചാനലിനകത്ത് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും, അപ്പോൾ അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.